സത്യം പറയുന്നവരെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആത്മാർത്ഥതയോടെ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അങ്ങനെയുള്ളവരെ ആരും ഇഷ്ടപ്പെടില്ല എന്ന് മാത്രം. മധുരമൂറുന്ന വാക്കുകൾ പറയുകയും കൃത്രിമ സ്നേഹം കാണിക്കുകയും മുഖസ്തുതിയും പ്രലോഭനങ്ങളുമാണ് എല്ലാവർക്കും വേണ്ടത്. ഇങ്ങനെയുള്ളവരിൽ നിന്നാണ് ചതിയും വഞ്ചനയും വേദനയും ഒക്കെ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. ഒന്നും ശാശ്വതമായി നിലനിൽക്കില്ല. അതിനാൽ ജീവിക്കുക ആത്മാർത്ഥമായി, പുഞ്ചിരിക്കുക, നാടകങ്ങൾ ഒഴിവാക്കുക, അവസരങ്ങൾ വിനിയോഗിക്കുക, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള ഒരു മനസ്സ് സൃഷ്ടിക്കുക, ദുഃഖത്തിനുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. കാരണം എന്തെന്നാൽ ഒരിക്കൽ നമ്മൾ ചിന്തിക്കും, ജീവിതത്തിൽ ഇതൊക്കെയായിരുന്നു വേണ്ടതെന്ന് എന്നുള്ളത്. സ്വന്തം സമയവും സാധ്യതകളും സന്മനസ്സോടെ മറ്റൊരാൾക്ക് വേണ്ടി പങ്കുവെക്കുന്നതും മനുഷ്യത്വമാണ്. ആവശ്യനേരത്ത് ആത്മാർത്ഥമായി താങ്ങും തണലും ആയിരിക്കുന്നവർ അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ ഒരിക്കലും നോക്കാറുമില്ല. സ്വയം ബലഹീനരായി തോന്നുമ്പോൾ അല്ലെങ്കിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കാൻ ഒരാളുണ്ട് എന്ന ചിന്ത നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. നെഞ്ചകത്തെ വേദനിപ്പിക്കാതെ പ്രതീക്ഷയും പ്രത്യാശയും തന്നെ കടന്നുപോകുന്ന മനുഷ്യർ ജീവിതാവസാനം വരെ നമ്മുടെ ഒളിമങ്ങാത്ത ഓർമ്മയിൽ ഉണ്ടാകും. നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും പ്രശംസിച്ചോളൂ. നാം സ്നേഹിക്കുന്നവർ 1000 പ്രശ്നങ്ങൾക്കിടയിലും സ്വന്തം നിലനിൽപ്പിനേക്കാളും ഉപരി നമ്മുടെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ നന്മക്കായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നാം വിശ്വാസമർപ്പിച്ചത്, നാം സ്നേഹിച്ചത് അതിനു യോഗ്യരായ മനുഷ്യരെ തന്നെയാണ്. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകി, ലാഭനഷ്ടങ്ങളൊന്നും തന്നെ നോക്കി സുഖങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് സത്യസന്ധമായി സ്നേഹിക്കപ്പെടുന്നു എന്നത് വിലമതിക്കാനാവാത്ത ഒന്നാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യവും വാശിയും നമുക്കെന്നും നഷ്ടമാണ്. ദേഷ്യത്താലും വാശിയാലും നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒരു നിമിഷത്തെ ആശ്വാസവും താൽക്കാലിക വിജയവും നൽകുമെങ്കിലും പിന്നീട് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ചിലപ്പോഴെങ്കിലും ഒരായുസ്സ് കാലം മുഴുവൻ വേദനിക്കാൻ കാരണമാകുന്നു. മാറുന്നത് ചുമരിലെ കലണ്ടറാകാം, പക്ഷേ തീരുന്നത് തിരിച്ചുകിട്ടാത്ത ആയുസ്സാണ്. അഴിഞ്ഞുതീരുന്ന ആസ്വാദനത്തിനുള്ള ആഘോഷങ്ങളല്ല നമുക്ക് വേണ്ടത്, അനുസരമായ ആഹ്ലാദത്തിനുള്ള ആലോചനകളും പ്രവർത്തനങ്ങളുമാണ്. കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നത് കുറേയേറെ സത്യമാണ്. ജീവിതം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പല മുഖങ്ങളും അനുഭവങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ വ്യക്തിയോടുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും മാറ്റം സംഭവിച്ചേക്കാം. അവരുടെ മെസ്സേജോ ഫോൺ കോളുകളോ കണ്ടുമുട്ടലുകളോ ഒന്നും നിങ്ങളെ ഒരു വിധത്തിലും ബാധിക്കാതെ വരാം. പക്ഷേ അപ്പോഴും ആ വ്യക്തിക്ക് മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. മാറ്റം വന്നത് നമുക്ക് അവരോടുള്ള സ്നേഹത്തിലാണ്. സ്നേഹം നഷ്ടമാകുമ്പോൾ സ്പെഷ്യൽ എന്ന് കരുതിയ പലരും സാധാരണക്കാരായി മാറിയേക്കാം. ജീവിത ചുറ്റുപാടിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ആ അനുഭവത്തിൽ നിന്നും വേദനയോടെ പഠിച്ചെടുത്ത അവരുടേതായ ശരികളും ഉണ്ട്. മറ്റാർക്കും മനസ്സിലാവാത്ത, മറ്റാരും മനസ്സിലാകാത്ത അവരുടേത് മാത്രമായ ജീവിതാനുഭവത്തിൻ്റെ ചില യഥാർത്ഥ ശരികൾ. നമ്മൾ ഒരാളോട് നമ്മളുടെ വേവലാതികൾ പറയുമ്പോൾ കേൾക്കുന്ന ആൾ അതേ തോതിലില്ലെങ്കിലും അങ്ങനെ ചില വേദനകളിലൂടെ ചെറുതായിട്ടൊന്ന് കടന്നു പോയിരിക്കുകയെങ്കിലും വേണം. അല്ലാത്തവരോട് നമ്മൾ പറയരുത്. പറഞ്ഞാൽ നമ്മൾ സ്വയം ഒരു കുറ്റവാളിയോ കോമാളിയോ ആയിത്തീരും. കുറേ മിണ്ടി മിണ്ടി പിന്നെ മിണ്ടാണ്ടാവുക എന്ന പ്രതിഭാസത്തിന് അടിമയാണ് പലരുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ബന്ധങ്ങൾ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകളെയും ക്ഷമിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു തെറ്റ് കാരണമാക്കി അവർ പോകും. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും.
പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. അസത്യം പരക്കുന്ന അതേ വേഗത്തിൽ സത്യം വ്യാപിച്ചിരുന്നു എങ്കിൽ ഏറെ ജീവിതങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. അറിഞ്ഞുകൊണ്ടും സ്വാർത്ഥത കൊണ്ടും പണം മോഹിച്ചും പക്ഷം ചേർന്നും തെറ്റിദ്ധാരണകളിലേക്ക് ചൂണ്ടപ്പെടുന്ന ചില വിരലുകൾ നന്മയിലേക്ക് ചൂണ്ടപ്പെട്ടിരുന്നെങ്കിൽ അകന്നു പോയവർക്കും അകറ്റി നിർത്തിയവർക്കും തിരിച്ചുവരാൻ അത് കാരണമാകുമായിരുന്നു. പാലിക്കാൻ കഴിയാതെ പോയ ചില വാക്കുകൾ, സ്നേഹിക്കാൻ കഴിയാതെ പോകുന്ന ഉത്തരവാദിത്തങ്ങൾ, ആശിച്ചതും ആഗ്രഹിക്കുന്നതുമായ ചില സ്വപ്നങ്ങൾ, കണ്ണീരോടെ വിട്ടുകൊടുത്ത ചില ഇഷ്ടങ്ങൾ, ഇതെല്ലാമാണ് ചിലരുടെയൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങൾ. ചിലർക്ക് നമ്മളോടുള്ള അടുപ്പം കണ്ട് നമ്മൾ അവരിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കരുത്. അവിടെ വിഡ്ഢിയായി മാറുന്നത് അവസാനം നമ്മൾ തന്നെയാണ്. നിങ്ങൾക്കിടയിൽ നീ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കി ജീവിക്കുമ്പോൾ കൂടെയുള്ള ആളുടെ ഇഷ്ടങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചില ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ഒരു സുഖമാണ്. അവർ വരില്ലെന്ന് അറിഞ്ഞിട്ടും അവരുടെ ഓർമ്മകളിലൂടെ ഇങ്ങനെ മുന്നോട്ടു പോകുന്നത്. ജീവിതം എന്നത് ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നമ്മൾ അധികം സ്നേഹിച്ചാൽ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ആരിലേക്കും അഡിക്റ്റാവാതിരിക്കുക, വേദനിക്കാതിരിക്കുക. മൂർച്ചയും ആഴവും പരപ്പും അറിയണമെങ്കിൽ അവരവർ അനുഭവിക്കുന്നത് തന്നെ വേണം. അത് സങ്കടമായാലും സന്തോഷമായാലും. അറിയാതെ മൊഴിഞ്ഞ വാക്കുകളും അറിയാൻ വയ്ക്കുന്ന സത്യങ്ങളും അറിഞ്ഞുകഴിഞ്ഞാൽ കള്ളങ്ങളുമാണ് പലപ്പോഴും ഒരുപാട് സ്നേഹിച്ചവരെ തമ്മിൽ അകറ്റുന്നത്. ചിലരും ചിലതും ചിലർക്ക് മടുക്കുവോളം ഉള്ളതാണ്, ചിലർക്ക് മരിക്കുവോളം. എത്ര വലിയ തെറ്റുകളും നമുക്ക് തിരുത്താൻ ശ്രമിക്കാം. പക്ഷേ തെറ്റിദ്ധാരണ ചെറുതായാൽ പോലും അതൊരു പക്ഷേ തിരുത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കൂട്ടുകാരുടെയും കൂട്ടത്തിലുള്ളവരുടെയും കുടുംബാംഗങ്ങളുടെയുമൊക്കെ ഒരു ചെറിയ തെറ്റ് പോലും ക്ഷമിക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ കഴിയാത്ത നമ്മൾ ദൈവത്തോട് പറയുന്നത് എൻ്റെ നിരവധി തെറ്റുകൾ ക്ഷമിക്കണേ എന്ന്. ഒരു വ്യക്തി നമുക്ക് കൽപ്പിച്ചിരിക്കുന്ന വില എന്താണെന്ന് അറിയാൻ അവർ നമ്മളോട് പെരുമാറുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി. ചില വേദനകളെ മനസ്സിൽ നിന്ന് എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും വീണ്ടും അത് മനസ്സിൽ തെങ്ങി നിന്ന് കുത്തി നോവിച്ചു കൊണ്ടേയിരിക്കും. എത്രയോ ശരികൾക്കിടയിൽ ഒരൊറ്റ തെറ്റ് മാത്രം മതി പലർക്കും നമ്മൾ അന്യരാവാൻ. മൗനം പാലിച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല. എന്നാൽ സംസാരിച്ചതിൻ്റെ പേരിൽ ഞാൻ പലവട്ടം ദുഃഖം അനുഭവിച്ചു. എല്ലാത്തിനുമുള്ള മറുപടി എന്ന് പറയുന്നത് മൗനമാണ്. ഒരു സ്ത്രീ അവളുടെ പങ്കാളിയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവളുടെ കൂട്ടുകാരനെയാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഉറക്കക്കുറവ് വൈജ്ഞാനിക പ്രവർത്തനത്തെയും തീരുമാനമെടുക്കലിനെയും സാരമായി ബാധിക്കും. ഒരു വ്യക്തി റെസ്റ്റോറന്റ് ജീവനക്കാരനോട് പെരുമാറുന്ന രീതി അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു നല്ല സൂചകമാണ് പ്രകടിപ്പിക്കുന്നത്. മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പൊതുജനങ്ങളോട് സംസാരിക്കാനുള്ള ഭയം ഏറ്റവും സാധാരണമായ ഭയങ്ങളിൽ ഒന്നാണ്. പകൽ സ്വപ്നം കാണുന്നത് സർഗാത്മകതയും പ്രശ്നപരിഹാര കഴിവുകളും വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. അത് നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. മോശപ്പെട്ട് പെരുമാറുന്നവർക്ക് ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുകയില്ല. മറ്റുള്ളവരുടെ കണ്ണീര് കൊണ്ട് ഒരിക്കലും വിജയം നേടാൻ സാധിക്കുകയില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.